ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്ന വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഈ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവമേറിയ വിഷയം, യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം. ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നുവെന്ന് സഭ നൂറ്റാണ്ടുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നുവെന്ന്. നോക്കി പാർത്തിരിക്കണമെങ്കിൽ വസ്ത്രം ധരിച്ചിരിക്കണം, നഗ്നനായിരിക്കരുത്. തൻ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതുപോലൊരു ദിവസം കർത്താവ് വീണ്ടും വരുമെന്ന് നിങ്ങൾ മറക്കരുത്. ഇത് കേൾക്കുമ്പോൾ സജീവമായ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിൽ പ്രസ്താവിക്കുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. യേശുക്രിസ്തു നിങ്ങൾക്ക് അനുഭവിക്കുവാനും ഒരുങ്ങുവാനും അവസരം തരുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരുക്കുവാൻ കർത്താവ് സമയം തരുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. കർത്താവ് മുന്നറിയിപ്പുകൾ തരികയാണ്. കർത്താവ് നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ വിവരിച്ചു തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. വായിക്കാം, പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം നിന്ന് വായിക്കാം. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം മുതൽ. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കർത്താവ് വീണ്ടും വരുമെന്നുള്ളതായ തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് കർത്താവ് ആഗ്രഹിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആരും നശിച്ചു പോകരുത്. കർത്താവിൻ്റെ ആഗ്രഹം അതാണ്. ആരും നശിച്ചു പോകരുത്. എല്ലാവരും രക്ഷിക്കപ്പെടണം. എല്ലാവരും സ്വഗ്രഹത്തിൽ എത്തണം. ഈ ആഗ്രഹം കൊണ്ട് കർത്താവ് സമയം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവിൻ്റെ ദിവസമോ അപ്രതീക്ഷിതമായി വരും, കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. പദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമി അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഭൂമിയിലുള്ള പണികളും എല്ലാം വെന്തുപോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി ഉണ്ടാകും. പിന്നീട് വ്യക്തമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ വചനം തരുന്നത്. ആ പുതിയ ആകാശം, പുതിയ ഭൂമി ഉണ്ടാകുന്നതിനെക്കുറിച്ച് യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. വെളിപ്പാട് 21-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. വെളിപ്പാട് 21-ന്റെ ആദ്യം വായിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പുതിയ യെരൂശലേം എന്ന പുതിയ നഗരം, എല്ലാം പുതുതാകുന്നൊരു ദിവസമുണ്ട്. എല്ലാം പുതുതാകും. അന്തരീക്ഷം പുതുതാകും. ഇനി സമുദ്രം ഇനി ഇല്ലാതാകും. ഇപ്പോൾ ആർക്കും ഇത് കേട്ടാൽ മനസ്സിലാവുകയില്ല, എനിക്കും മനസ്സിലാവുകയില്ല. എന്നാൽ എനിക്ക് ഭാഗ്യവശാൽ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. വിശ്വസിക്കാം. വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ വചനമായതുകൊണ്ട് അക്ഷരപ്രകാരം നമുക്ക് വിശ്വസിക്കാം. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നു. ഞാൻ കള്ളനെ പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഏതെൻ തോട്ടത്തിൽ വെച്ച് ആദ്യ മനുഷ്യൻ്റെ ഉടുപ്പ് നഷ്ടപ്പെട്ടു. ദൈവമനുഷ്യൻ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ്. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവത്തിന് തേജസ് നൽകി. ദൈവത്തിന് തേജസ് അവനെ ഉടുപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം വായിക്കുമ്പോൾ
നമുക്ക് കാണാം ദൈവത്തിന് തേജസ് ഉടുപ്പിച്ചിരുന്നു. ആദ്യ മനുഷ്യന് ദൈവത്തിന് തേജസ് ഉടുപ്പിച്ചിരുന്നു. തേജസ് കൊടുത്തിരുന്നു മനുഷ്യൻ. തേജസ് കൊടുത്തിരുന്ന മനുഷ്യൻ അവൻ പാപം ചെയ്തു പോയി, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു പോയി. ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ സർവ്വത്തിൻ്റെയും അധിപതിയാക്കി അവനെ നിയമിച്ചപ്പോൾ ദൈവനോട് പറഞ്ഞിരുന്നു, തോട്ടത്തിൻ്റെ നടുവിലുള്ള നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. ഈ ദൈവത്തിൻ്റെ ശത്രുവായ പിശാച് ദൈവത്തോടുള്ളതായ വൈരാഗ്യം തീർക്കുവാൻ ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. മകനെ ആക്രമിച്ചാൽ അപ്പന് വേദന വരുമല്ലോ, മകൻ നശിപ്പിച്ചാൽ അപ്പൻ ദുഃഖിക്കുമല്ലോ. അതുകൊണ്ട് അപ്പന് ദുഃഖം വരുത്താൻ ദുഷ്ടനായ ശത്രുവായ പൈശാചികൻ ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അവൻ ഏദൻ തോട്ടത്തിൻ്റെ സൗഖ്യത്തിലും സമാധാനത്തിലും സംസർഗത്തിലും നിൽക്കരുത് എന്ന് പിശാച് തീരുമാനിച്ചു. വൈരാഗ്യത്തോടെ മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കേണ്ടെന്ന് ആലോചിച്ചു വന്ന് പിശാച് അവൻ തന്ത്രം കണ്ടുപിടിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ വചനം തന്നെ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു. ദൈവത്തിൻ്റെ വചനം തന്നെ ഉപയോഗിച്ച് മനുഷ്യനെ വീഴിക്കാമെന്ന് പിശാച് തീരുമാനിച്ചു. അങ്ങനെ പിശാച് തന്ത്രശാലിയായി കടന്നു ചെന്നു. ഏദൻ തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. ഏദൻ തോട്ടത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് കടന്നു ചെന്നു. ഏദൻ തോട്ടത്തിൻ്റെ സന്തോഷത്തിലേക്ക് കടന്നു ചെന്നു. ഏദൻ തോട്ടത്തിൻ്റെ ആ സമാധാന ജീവിതത്തിലേക്ക് കടന്നു ചെന്നു. അവൻ ഹവ്വായെ സമീപിച്ചു. സ്ത്രീ ബലഹീനയാണല്ലോ, സ്ത്രീയെ സമീപിച്ചിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതെല്ലാം ദൈവം തന്നിരിക്കുന്നല്ലോ, നിങ്ങളിന്ന് ഭാഗ്യശാലികളാണ്. ഹവ്വയ്ക്ക് അഭിമാനം പൂണ്ടു. ഹവ്വ പറഞ്ഞു, അതെ അതെ, ഞങ്ങൾ നല്ല ഭാഗ്യശാലികളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവ് തന്നതാണ്, ഇതെല്ലാം ഞങ്ങൾക്ക് തന്നതാണ്. അവൻ പിന്നെയും ചോദിക്കുന്നു, നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഉണ്ടെന്നേ, ഞങ്ങൾക്ക് തന്നതാണ്, ഞങ്ങളുടെ കർത്താവ് തന്നതാണ്, ഞങ്ങളുടെ സൃഷ്ടാവ് തന്നതാണ്. അവൾ അഭിമാനത്തോടെയാണ് പറയുന്നത്. അല്ല, ചോദിച്ചതന്നേ ഉള്ളൂ, ഈ കണ്ട പൂക്കളും കായ്കളും പഴങ്ങളും ഈ നികുഞ്ചങ്ങളും എല്ലാം നിങ്ങൾക്ക് തന്നതാണോ നിങ്ങൾ പറയുന്നത്? അതേ, ഞങ്ങൾക്ക് തന്നതാണ്, ഞങ്ങൾക്കാണ് ഇതിൻ്റെ ആധിപത്യം, ഞങ്ങളാണ് ഇതിൻ്റെ അധിപതിമാർ, ഞങ്ങൾക്കാണ് ഇതിൻ്റെ മുഴുവൻ ആധിപത്യവും. പിശാച് പിന്നെയും ചോദിക്കുന്നു, അല്ല, ഞാൻ സംശയം ചോദിച്ചതേ ഉള്ളൂ, എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് തിന്നാമോ? ഉടനെ ഹവ്വ പറഞ്ഞു, ഇല്ല, ആ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, നന്മതിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമാണ്, തിന്നരുത്. ദൈവം പറഞ്ഞിട്ടുണ്ട്, തിന്നാൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞത്. ഉടനെ ഈ പിശാച് പൊട്ടിച്ചിരിച്ചു. ഹാസ്യാത്മകമായിട്ടാണ് ചിരിച്ചത്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം, ദൈവത്തിനറിയാം നിങ്ങൾ ഇത് തിന്നാൽ ദൈവത്തെ പോലെയാകുമെന്ന്. വെറുതെയാണോ ദൈവം പറഞ്ഞത് തിന്നരുതെന്ന്? ദൈവത്തിനറിയാം നിങ്ങൾ തിന്നാൽ ദൈവത്തെ പോലെയാകുമെന്ന്. നോക്കൂ, ആ ഒരൊറ്റ വാക്കിൽ കൂടി സാത്താൻ ഹവ്വായുടെ ഉള്ളത്തിലേക്ക് വളരെ തന്ത്രപൂർവ്വം കടന്നു ചെന്നു. ദൈവത്തെ പോലെ ആകും എന്ന് മാത്രമല്ല പറഞ്ഞത്, ദൈവത്തെപ്പോലെ ആകും എന്ന് ദൈവത്തിന് അറിയാമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഈ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിനറിയാം, അതുകൊണ്ടാണ് തിന്നരുതെന്ന് പറഞ്ഞതെന്ന്. നിങ്ങൾ ദൈവത്തെ പോലെ ആകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നതെന്ന്. നോക്കണേ, എന്തൊരു കെണിയായിപ്പോയി. ഹവ്വ ആ വൃക്ഷത്തിലേക്ക് നോക്കി. തിന്മാൻ നല്ലത്, കാൺമാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. കൊള്ളാം. കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം. തിന്മാൻ നല്ലത്, കാൺമാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. ഹവ്വ നോക്കി. ഹവ്വായുടെ നാവിൽ കൊതിയൂറി. അവളുടെ ഹൃദയത്തിൽ ആകർഷണം വർദ്ധിച്ചു. അവൾ മറ്റൊന്നും പിന്നെ ചിന്തിച്ചില്ല. ദൈവത്തിൻ്റെ വചനത്തിന് അപ്പുറമായൊരു വചനം കിട്ടിയപ്പോൾ അതാണ് ശരി നമുക്ക് തോന്നിപ്പോയി. നോക്കണേ, പിശാച് അവൻ്റെ വചനം തരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തോട് സാദൃശ്യമുള്ളതേ അവൻ പറയൂ. ദൈവത്തിൻ്റെ വചനത്തിൽ ചെറിയ മാറ്റം വരുത്തി അവൻ പറയൂ. മാറ്റം വന്നത് ആരോട്ട് മനസ്സിലാക്കുകയുമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി പിശാച് ഹവ്വായെ ആകർഷിച്ചു. ഹവ്വ ആ വൃക്ഷത്തിലേക്ക് നോക്കി നിൽക്കേ, അവൾ കൊതിയോടെ നോക്കി നിൽക്കേ, ഇവൻ ഒരു പഴം പറിച്ച് ഹവ്വായ്ക്ക് കൊടുത്തു. പഴം പറിച്ച് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവൾ ഒട്ടും മടിച്ചില്ല, ആ പഴം തിന്നു. എന്നിട്ട് അവൾ അതുമാത്രമല്ല ചെയ്തത്, അവൾ ആ പഴത്തിൽ ഒരു പഴം പറിച്ച് അവളുടെ ഭർത്താവായ ആദാവിന് കൊടുത്തു, പുരുഷന് കൊടുത്തു. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. ഈ കഥയെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ ദൈവത്തിൻ്റെ തേജസ് അവരിൽ നിന്ന് ഉരിഞ്ഞുപോയി. കൽപ്പന ലംഘിച്ചപ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഉരിഞ്ഞുപോയി.
ദൈവത്തിൻ്റെ സാദൃശ്യം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ സ്വരൂപം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ തേജസ് ഉരിഞ്ഞു പോയി. തേജോ വസ്ത്രം ഉരിഞ്ഞു പോയി. തേജോ വസ്ത്രം ഉരിഞ്ഞു പോയപ്പോൾ അപ്പോൾ പെട്ടെന്ന് മനുഷ്യനെ ലജ്ജ തോന്നി. മനുഷ്യൻ ഓടി എവിടെയെങ്കിലും ഒളിക്കാൻ നോക്കി. വസ്ത്രം പോയി. ലജ്ജ തോന്നി. അവൻ്റെ ശരീരം മറയ്ക്കണമെന്ന് തോന്നി. മനുഷ്യൻ സ്വന്തം ശക്തി കൊണ്ടല്ല അവൻ വസ്ത്രം ഉടുത്തിരുന്നത്, സ്വന്തം ശക്തി കൊണ്ടല്ല അവൻ നഗ്നത മാറ്റിയിരുന്നത്. ദൈവത്തിൻ്റെ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. എന്നാൽ അത് ഉരിഞ്ഞു പോയപ്പോൾ ഇനി എന്താണ് പോംവഴി? എന്തെങ്കിലും പോംവഴി ചെയ്ത് അവൻ ആ വസ്ത്രം വീണ്ടും ധരിച്ച് നഗ്നത മറയ്ക്കണമെന്ന് തോന്നി. അവൻ അത്തിയില പറിച്ചെടുത്തു, അത് കൂട്ടി തുന്നി, എന്നിട്ട് വസ്ത്രമായി ഉടുത്തു. പതിവ് ദൈവം ഏതെങ്കിലും തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു. വന്നപ്പോൾ ദൈവം മനുഷ്യനെ കാണുന്നില്ല. വെയിലാറുന്ന സമയത്തൊന്നും ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വരാറുള്ളതാണ്. ദൈവത്തിൻ്റെ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ദൈവം മനുഷ്യനെ കാണുന്നില്ല. ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ? ആദാമേ നീ എവിടെയെന്ന് വേദത്തിൽ വാക്യമില്ല. മനുഷ്യ നീ എവിടെയെന്ന് വേദത്തിൽ വാക്യമില്ല. വേദപുസ്തകത്തിൽ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. മനുഷ്യൻ വിളി കേട്ടു, ഞാനിവിടെയുണ്ട്, ഞാനിവിടെ ഒളിച്ചിരിക്കുകയാണ്. എന്തിനാ ഒളിച്ചിരിക്കാൻ കാരണം? നീ എന്താ ഒളിച്ചത്? ഞാൻ നഗ്നനായിപ്പോയി. എങ്ങനെ നഗ്നനായി? ഞാൻ കൽപ്പന ലംഘിച്ചു. മനുഷ്യൻ ഏറ്റു പറയുന്നുണ്ട്, തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്നുണ്ട്. ഞാൻ കൽപ്പന ലംഘിച്ചു, വചനം വെറുത്തു, വചനം ഉപേക്ഷിച്ചു, വചനം ധിക്കരിച്ചു, ഞാൻ കൽപ്പന ലംഘിച്ചു, ഞാൻ നഗ്നനായിപ്പോയി. എനിക്ക് ദൈവമേ നീ തന്ന വസ്ത്രം ഉരിഞ്ഞുപോയി, നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവം ദുഃഖത്തോടെ മനുഷ്യനെ നോക്കി, വേദനയോടെ മനുഷ്യനെ നോക്കി. നീ എന്തിനങ്ങനെ ചെയ്തു? ദൈവം ചോദിച്ചു. എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്ന സ്ത്രീ പറിച്ചു തന്നു. എന്നോടുകൂടെ ഇരിപ്പാൻ. ദൈവമേ ഞാൻ ഈ പഴം തിന്നണമെന്ന് വിചാരിച്ചിരുന്നതല്ല, പക്ഷേ എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്ന സ്ത്രീ ഉണ്ടല്ലോ, അവൾ എനിക്ക് പറിച്ചു തന്നപ്പോൾ ഞാൻ തിന്നില്ലെങ്കിൽ അവൾ പിന്നെ എന്നോടുകൂടെ ഇരിക്കില്ലല്ലോ. ഞാൻ ഈ തോട്ടത്തിൽ നിൽക്കും, അവൾ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകും. പിന്നെ നിൻ്റെ വചനം നിറവേറിയില്ലല്ലോ. നോക്കണേ, ആദാം തന്ത്രപൂർവ്വം ദൈവത്തെ തന്നെ കുറ്റപ്പെടുത്തുക. നീ എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്ന സ്ത്രീ പറിച്ചു തന്നു, ഞാൻ തിന്നു. ദൈവത്തിന് സ്തോത്രം. സ്ത്രീയോട് ചോദിച്ചു, നീ എന്തെങ്ങനെ ചെയ്തു? എന്നെ പാമ്പ് വഞ്ചിച്ചു. ഞാൻ ബലഹീന സ്ത്രീയല്ലേ, പാമ്പ് എന്നെ വഞ്ചിച്ചു, ആ പിശാച് എന്നെ വഞ്ചിച്ചു. പിശാചിനോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിൻ്റെ തല ചതയ്ക്കും. സ്ത്രീയുടെ സന്തതി നിൻ്റെ തല ചതയ്ക്കും. നീ മൂലം ഈ മനുഷ്യന് നാശം വന്നിരിക്കുന്നു, മനുഷ്യ ശാപം വന്നിരിക്കുന്നു. നീ ചെയ്ത കെടുതി നിസ്സാരമല്ല. അതുകൊണ്ട് നീ നിലത്തിഴഞ്ഞ് നിൻ്റെ ഭക്ഷണം നീ തേടും. അതുവരെയും പാമ്പ് ഇഴയുന്നവനായിരുന്നില്ല, നിവർന്നു നിൽക്കുകയായിരുന്നു. വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അതുവരെയും പാമ്പ് ഇന്നത്തെ രൂപത്തിലായിരുന്നില്ല. ദൈവത്തിൻ്റെ ശാപം പാമ്പിൻ്റെ മേൽ വന്നപ്പോൾ പാമ്പ് ഇഴയുന്നവനായി മാറി, ഇന്നത്തെ രൂപത്തിൽ ഇഴയുന്ന പാമ്പായി മാറി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ കഥ പറഞ്ഞു പോയാൽ പോരല്ലോ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്താണ് പറയാനുള്ളത്? ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന അനേകർ പാമ്പിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുത്തവരാണ്. പാമ്പിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുത്തു. ദൈവത്തിൻ്റെ ശത്രുവായ പിശാചിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുത്ത് നഗ്നരായി നിൽക്കുന്ന അനേകർ ലോകത്ത് അനേകം മനുഷ്യരുണ്ട്. ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി, ദൈവസ്വരൂപം നഷ്ടപ്പെട്ടവരായി, ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടവരായി, ദൈവത്തിൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ടവരായി, ദൈവത്തിൻ്റെ ആളത്വം നഷ്ടപ്പെട്ടവരായി ഇന്ന് അനേകരിന്ന് ഈ ഭൂമിയിൽ. ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യൻ നഷ്ടത്തിൻ്റെ കണക്കാണ് അവന് പറയാനുള്ളത്. നഷ്ടപ്പെട്ടു, കർത്താവേ നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് വിശുദ്ധി ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് സ്നേഹമുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് സന്തോഷമുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് ചില തീരുമാനങ്ങളുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് ചില സമർപ്പണങ്ങളുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. കർത്താവേ നഷ്ടത്തിൻ്റെ കാര്യം മാത്രം. ഒരു കാലത്ത് ജീവിതത്തിൽ ചില വ്രതങ്ങളുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. വ്രതങ്ങളുണ്ടായിരുന്നവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ചില നിഷ്ഠകളുണ്ടായിരുന്നവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ജീവിതത്തിൽ ചില പ്രതിഷ്ഠകളും നിഷ്ഠകളും പുലർത്തിയിരുന്നവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളിപ്പോൾ തിരിഞ്ഞു വരിക, നിങ്ങളുടെ വ്രതങ്ങളിലേക്ക് തിരികെ വരിക, നിങ്ങളുടെ വ്രതസ്ഥ ജീവിതത്തിലേക്ക് മടങ്ങി വരിക, നിങ്ങളുടെ പ്രതിഷ്ഠാ ജീവിതത്തിലേക്ക് മടങ്ങി വരിക.
നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധ ജീവിതത്തിലേക്ക് മടങ്ങി വരിക, അതിവേഗം മടങ്ങി വരിക. നിങ്ങൾ മടക്കി വരുത്താനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നീ എവിടെ എന്ന ചോദ്യം, നൂറ്റാണ്ടുകളായ ചോദ്യം മനുഷ്യ ഹൃദയങ്ങൾ മുഴങ്ങുകയാണ്. നീ എവിടെ മനുഷ്യ, നീ എവിടെ പോയിരിക്കുന്നു, എവിടെ ഒളിച്ചിരിക്കുന്നു? മനുഷ്യൻ ഒളിച്ചിരിക്കുകയാണ്. നീ എവിടെ എന്ന ചോദ്യം ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയഭിത്തികളിൽ ഈ ചോദ്യം അലയടിക്കുകയാണ്. മോനെ, നീ എവിടെയാണ്? നീ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്? നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഏത് പാവത്തിലാണ് നീ മറഞ്ഞിരിക്കുന്നത്? വൃക്ഷത്തിൻ്റെ ഇല കൂട്ടിത്തുന്നി നീ സ്വയം നഗ്നത മറയ്ക്കാൻ നീ ശ്രമിക്കുന്നുണ്ട്. സാധ്യമല്ല. നിന്റെ നഗ്നത അങ്ങനെ മറയുകയില്ല. നീ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നഗ്നത മറയ്ക്കാൻ. നീ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് നിൻ്റെ പാവം മാറ്റാൻ. സ്നേഹിത, പാവം മാറ്റാൻ പുണ്യപ്രവൃത്തികൾ സഹായകമല്ല. ദൈവത്തിന് സ്തോത്രം. നീ ചില തീർത്ഥാടനങ്ങൾ നടത്തുന്നുണ്ട് പാവം മാറ്റാൻ, ഫലമില്ല. തീർത്ഥാടനങ്ങളോ പുണ്യപ്രവൃത്തികളോ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിൻ്റെ പുണ്യപ്രവൃത്തികൾ മാത്രം കൊണ്ടോ നിൻ്റെ തീർത്ഥാടനങ്ങൾ മാത്രം കൊണ്ടോ നീ സ്വർഗ്ഗരാജ്യത്തിൽ പോവുകയില്ല. നിൻ്റെ പാപം ക്ഷമിക്കപ്പെടുകയില്ല. നിൻ്റെ ജീവിതത്തിൽ ജീവൻ്റെ വസ്ത്രം തിരികെ കിട്ടുകയില്ല. വിശുദ്ധ വസ്ത്രം തിരികെ കിട്ടുകയില്ല. വിശുദ്ധ വസ്ത്രം തിരികെ കിട്ടണം. വിശുദ്ധ വസ്ത്രം തിരികെ കിട്ടണം. ദൈവത്തിൻ്റെ തേജസ്സും സ്വരൂപവും തിരികെ കിട്ടണം. ദൈവത്തിൻ്റെ സ്വരൂപവും തേജസ്സും ദൈവത്തിൻ്റെ മഹത്വവും തിരികെ കിട്ടണം. ദൈവീക മഹത്വം, ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം തിരികെ കിട്ടണം. ദൈവത്തിൻ്റെ തേജസ് തിരികെ കിട്ടണം. ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം, തേജസ്സാർന്ന മഹത്വം തിരികെ കിട്ടണം. ഇന്ന് സ്നേഹിതരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ മഹത്വം തിരികെ കിട്ടാൻ? നിങ്ങൾക്ക് വേണമോ ഈ വിശുദ്ധി തിരികെ കിട്ടാൻ? എത്രയോ വർഷങ്ങൾ വിശുദ്ധിയോടെ ജീവിച്ചവരോട് ഇരിപ്പുണ്ട്. എത്രയോ വർഷങ്ങൾ കോപം വരാതെ കാത്തവരോട് ഇരിപ്പുണ്ട്. എത്രയോ വർഷങ്ങൾ മദ്യം തൊടാതിരുന്നവരോട് ഇരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. എത്രയോ വർഷങ്ങൾ ജീവിതത്തിൽ ചില നിഷ്ഠകൾ വാർത്ത് ഭാര്യയെ സ്നേഹിച്ച് ഭാര്യയെ കരുതിയവരോട് ഇരിപ്പുണ്ട്. ഭർത്താവിന് വിനയപ്പെട്ട് അനുസരിച്ച് ഭർത്താവിന് കീഴ്പ്പെട്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം നയിച്ചവരോട് ഇരിപ്പുണ്ട്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് ചില പരിഭവങ്ങൾ വന്നിരിക്കുകയല്ലേ? ഇന്ന് ചില പരാതികൾ വന്നിരിക്കുകയല്ലേ? ഇന്ന് ചില ക്ഷമകേടുകൾ വന്നിരിക്കുകയല്ലേ? ഇന്ന് ക്ഷമിക്കാൻ പറ്റാതിരിക്കുകയല്ലേ? ഇന്ന് പൊറുക്കാൻ പറ്റാതിരിക്കുകയല്ലേ? ഇന്ന് കോപം പൊന്തി പൊന്തി വരികയല്ലേ? ഇന്ന് ക്രോധം പതഞ്ഞ് പൊന്തുകയല്ലേ? അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇന്ന് സ്വഭാവം എങ്ങനെയായിരിക്കുന്നു? തേജസ് നഷ്ടപ്പെട്ടു പോയല്ലോ. കുഞ്ഞേ, നിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയല്ലോ. യൗവനക്കാരാ, നിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയല്ലോ. സഹോദരി, നിൻ്റെ ജീവിതത്തിൽ വന്നതായ എല്ലാ അനുഗ്രഹങ്ങളും നീ നഷ്ടപ്പെടുത്തിയല്ലോ. ദൈവം നിനക്ക് തേജസ് തന്നതല്ലായിരുന്നുവോ? എന്തൊരു സമർപ്പണമാണ് നീ അന്ന് എടുത്തത്? അന്ന് നീ ആനന്ദിച്ച് തുള്ളുകയല്ലായിരുന്നോ? ആത്മാവിൻ്റെ ആനന്ദത്തിൽ നീ തുള്ളിക്കളിച്ച കാലങ്ങൾ. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്നു, ദൈവത്തിന് സ്തോത്രം, 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടപ്പോൾ ഞാൻ വളരെ നിരാശനായിരുന്ന സമയത്തായിരുന്നത്. നിരാശനായിരുന്നു. ഞാൻ അത്യന്തം ദുഃഖിതനായിരുന്നു. അക്കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വലിയ നിധി കിട്ടിയതുപോലെ ആയിരുന്നു എനിക്ക്. വലിയൊരു നിധി കിട്ടിയതുപോലെ. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാനസാന്തരപ്പെട്ടു. ജീവിതത്തിൽ കർത്താവ് കടന്നു വന്നെന്ന് മനസ്സിലായി. യേശു ഈ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നെന്ന് മനസ്സിലായി. യേശു നടന്നു കയറിയെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം അക്ഷരികമായി ഞാൻ അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് എന്തൊരു സന്തോഷമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞങ്ങളുടെ പള്ളിയിൽ ചെറിയൊരു പ്രാർത്ഥനായോഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ പ്രാർത്ഥനയോഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് ചില അനുഗ്രഹീതായ ദൈവദാസന്മാരുണ്ടായിരുന്നു. അവർക്കാർക്കും വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അത്ഭുതത്തോടെ ഓർത്തു അവരുടെ പിറകെ ഞാൻ നടന്ന കാലങ്ങൾ. അവരുടെ പിറകെ ഞാൻ അവരോട് ചേർന്നവർ പറയുന്നതെല്ലാം കേട്ട് നടന്ന കാലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അന്ന് അവരൊരാളെ ഇടയ്ക്കൊന്ന് കണ്ടാൽ എൻ്റെ ഹൃദയം നിറയും സന്തോഷം കൊണ്ട്, എൻ്റെ കണ്ണ് നിറയും സന്തോഷം കൊണ്ട്. ഞാൻ ഏങ്ങലടിക്കും. അവരെ കാണുമ്പോൾ മിണ്ടാനാവാതെ ഞാൻ നിൽക്കും. കാരണം അത്ര സ്നേഹമായിരുന്നു. ദൈവമക്കളോട് വലിയ സ്നേഹം, ദൈവജനത്തോട് വലിയ സ്നേഹം. ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരോടുകൂടിയുള്ള നടപ്പ് എനിക്ക് സന്തോഷമായിരുന്നു. അവർ പോകുന്നിടത്ത് പോകുന്നത് സന്തോഷമായിരുന്നു. നടന്ന് എത്രയോ മൈലുകൾ നിങ്ങൾ സഞ്ചരിച്ചു വചനം കേൾക്കാൻ. വചനം കേൾക്കാനാണ്, വചനം പറയാനല്ല. അന്നൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. ഞാൻ വചനം കേൾക്കാൻ എത്രയോ മൈലുകൾ നടന്നു പോയിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം ഭാഗ്യമാണ് ഇപ്പോഴും ഞാനതൊക്കെ ഓർക്കുന്നത്. നടന്നു പോകാൻ അമ്മ എന്നെ അനുവദിച്ചല്ലോ. ഭാഗ്യം. എനിക്ക് അനുവാദം തന്നു. കാരണം ഈ ദൈവമക്കളെ അമ്മയ്ക്ക് വിശ്വാസമായിരുന്നു. അവരുടെ കൂടെ പോകുന്നതിന് കുഴപ്പമില്ലെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതരായ ദൈവദാസന്മാരുടെ കൂടെ ഞാൻ നടന്നു. ഇന്നും ഞാൻ ആ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പറയട്ടെ പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നു. തേജസ്സിൻ്റെ വസ്ത്രം ഉരിഞ്ഞു പോകുന്ന സ്ഥിതിയിലേക്ക് വന്നു. ഉരിഞ്ഞു പോയില്ല, പക്ഷേ വസ്ത്രത്തിൽ അഴുക്ക് പറ്റി. വസ്ത്രം മുഷിഞ്ഞു പോയി. ആദ്യം ഞാൻ അറിഞ്ഞില്ല. വസ്ത്രം മുഷിഞ്ഞു പോയ കാര്യം അറിഞ്ഞില്ല. വസ്ത്രം മുഷിഞ്ഞു പോയി. അവിടെ ചില കറകൾ പറ്റി. വസ്ത്രം മുഷിഞ്ഞു പോയി. വസ്ത്രം നിശേഷം മാറിപ്പോയില്ല, നഗ്നനായില്ല, പക്ഷേ വസ്ത്രം മുഷിഞ്ഞു പോയി. അത് 17 വയസ്സിൽ തുടങ്ങിയ മാനസാന്തര ജീവിതത്തിൽ 19 കൊല്ലം ദൈവവേല ചെയ്തതിന് ശേഷം 36-ാമത്തെ വയസ്സിലാണ് വസ്ത്രം മുഷിഞ്ഞു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ഞാൻ നിങ്ങളോട് പറയട്ടെ, വസ്ത്രം മുഷിഞ്ഞു പോയപ്പോൾ അത് ഭാഗ്യവശാൽ മനസ്സിലായി. ദൈവത്തിൻ്റെ അത്ഭുത കൃപാവരമുള്ള ദൈവത്തിൻ്റെ ചില മക്കളിൽ കൂടി അതെനിക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരിൽ കൂടി എനിക്ക് മനസ്സിലായി എൻ്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നുവെന്ന്. ഞാൻ മാനസാന്തരപ്പെട്ടു, വീണ്ടും മാനസാന്തരപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രമാണം പറയുന്നത്. മാനസാന്തരപ്പെട്ടവരുടെ മാനസാന്തരമാണ് ഇന്നത്തെ അടിയന്തരാവശ്യമെന്ന്. മാനസാന്തരപ്പെട്ടവനായി ഞാൻ പിന്നെയും മാനസാന്തരപ്പെട്ടു. 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ട ഞാൻ 36-ാമത്തെ വയസ്സിൽ പിന്നെയും മാനസാന്തരപ്പെട്ടു. എൻ്റെ ജീവിതമാകെ കഴുകണമെന്ന് മനസ്സിലായി, ആകെ ശുദ്ധീകരിക്കണമെന്ന് മനസ്സിലായി, ആകെ ഒന്ന് അഴിച്ചു പണിയണമെന്ന് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. മുഴുവനായിട്ട് മാറണമെന്ന് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. എന്തോ ഒരു ഭാഗ്യകാലം. പഴയ സന്തോഷത്തേക്കാൾ കവിഞ്ഞ സന്തോഷം മടക്കി വന്നു. 17-ാമത്തെ വയസ്സിൽ കിട്ടിയതിനേക്കാൾ എത്രയോ വലിയ സന്തോഷം 36-ാമത്തെ വയസ്സിൽ തിരികെ കിട്ടി. പുനർസമർപ്പണത്തിൽ വലിയ സന്തോഷം കിട്ടി. ദൈവത്തിന് സ്തോത്രം. ആ സന്തോഷം പേറിക്കൊണ്ട് ഓടി നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹം പേറിക്കൊണ്ട് ഓടി നടക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ സ്വർഗീയ വചനങ്ങൾ ഏന്തിക്കൊണ്ട് ഞാൻ ഈ ലോകത്തെമ്പാട് ഓടാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങൾക്ക് ആർക്ക് വേണം ഈ സന്തോഷം? ഈ യേശുവിൻ്റെ സന്തോഷം ആർക്ക് വേണം? ഈ സ്വർഗത്തിൻ്റെ സ്നേഹം ആർക്ക് വേണം? പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നിങ്ങൾക്ക് വേണമോ? വസ്ത്രം തിരികെ വാങ്ങാൻ ആർക്ക് ആഗ്രഹമുണ്ട്? നഷ്ടപ്പെട്ടു പോയ വസ്ത്രം തിരികെ കിട്ടാൻ ആർക്ക് ആഗ്രഹമുണ്ട്? മോനെ, നഷ്ടപ്പെട്ടു പോയല്ലോ, തിരികെ വാങ്ങുക. മോളെ, നഷ്ടപ്പെട്ടു പോയല്ലോ, തിരികെ വാങ്ങുക. വസ്ത്രം നഷ്ടപ്പെട്ടവരായി നഗ്നരായിരിക്കുന്നവരുണ്ട്. നഗ്നരാണ്, അറിയുന്നില്ല. ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നഗ്നനായി നിൽക്കുന്നു, അറിയുന്നില്ല. എല്ലാവരും അറിയുന്നുണ്ട്, പക്ഷേ നീ അറിയുന്നില്ല. എല്ലാവരും കാണുന്നുണ്ട് നീ നഗ്നനാണെന്ന്, പക്ഷേ നീ അറിയുന്നില്ല. ലജ്ജാകരമായ പലതും നിന്നിൽ ഉണ്ടായെന്ന് മറ്റുള്ളവർ കാണുന്നുണ്ട്, പക്ഷേ നീ അറിയുന്നില്ല. ലജ്ജാകരമായ കാര്യങ്ങൾ, അത്യന്തം മ്ലേച്ഛമായ ചില കാര്യങ്ങൾ, വ്യാജകമായ കാര്യങ്ങൾ, മദ്യപാനാസക്തി, കഞ്ചാവിലേക്കുള്ള ആസക്തി, കൊള്ളുതാത്ത ബന്ധങ്ങളിലേക്കുള്ള ആസക്തി, കൂട്ടായ്മയിൽ തന്നെയാണെങ്കിലും, പക്ഷേ ഞാൻ അല്പം ലജ്ജയോടെ പറയട്ടെ, കൂട്ടായ്മയിൽ തന്നെ ഉള്ളവരാണെങ്കിലും ഇപ്പോൾ ചില പ്രേമങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്ന ചിലർക്ക് പ്രേമങ്ങൾ. ഞാൻ ഒരു വാക്കൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ ദയവായി ക്ഷമിക്കണം. കൂട്ടായ്മയിൽ വരുന്ന ദൈവമക്കൾ ഈ പ്രേമക്കുരുക്കിൽ പെട്ടിട്ട് ഇങ്ങോട്ട് വരണ്ട. ദൈവത്തിന് സ്തോത്രം. അശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിഷ്ഠയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് ചില തീരുമാനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. വചനം കേൾക്കാൻ നിങ്ങൾക്ക് വരാം. വിശുദ്ധി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വരാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ചില പ്രതിഷ്ഠകൾ നിങ്ങൾ എടുക്കണം. ജീവിതത്തിൽ വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുക്കണം. പാപത്തോടെ എന്നേക്കുമായി യാത്ര പറയണം. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് മോനെ നിന്നെ വിശുദ്ധനാക്കാനാണ്. മോളെ നിന്നെ ശുദ്ധിമതിയാക്കാനാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അശുദ്ധനെ വിശുദ്ധനാക്കാൻ വന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം നിൻ്റെ ഹൃദയത്തെ തൊടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വചനം നിന്നുള്ള അശുദ്ധി ഇറക്കിക്കളയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനം, പരിശുദ്ധാത്മാവിൻ്റെ വചനം നിൻ്റെ അകത്തുള്ള മ്ലേച്ഛതകളെ ദൂരീകരിക്കട്ടെ. നിൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കട്ടെ. നിൻ്റെ ജീവിതത്തിൽ തിന്മയെല്ലാം മാറ്റി നിനക്ക് നല്ല ജീവിതം തരട്ടെ. സമാധാന ജീവിതം നിനക്ക് തരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യാം. പാപത്തോട് യാത്ര പറയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പാവമില്ലാത്ത ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വേണമെങ്കിൽ സാധിക്കും. ഇന്ന് സ്വരൂപം നഷ്ടപ്പെട്ടവർ, ദൈവത്തിൻ്റെ സ്വരൂപം നഷ്ടപ്പെട്ടവർ, ഇന്ന് സാദൃശ്യം നഷ്ടപ്പെട്ടവർ, ദൈവത്തിൻ്റെ സാദൃശ്യം നഷ്ടപ്പെട്ടവർ ഇന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്ക് നഷ്ടപ്പെട്ടത് തിരികെ തരണം. എനിക്ക് വസ്ത്രം മടക്കി തരണം. അത്തിയാൽ കൂട്ടി തിന്നിയാൽ പോരാ. എനിക്ക് ഏതെങ്കിലും ഒത്തുവരുത്ത് കാര്യങ്ങൾ നടത്തിയാൽ പോരാ. എനിക്ക് ചില പ്രാർത്ഥനകളോ നമസ്കാരങ്ങളോ ചൊല്ലിയാൽ പോരാ. എൻ്റെ കർത്താവേ, പെരുന്നാളുകളോ റാസകളോ നടത്തിയാൽ പോരാ. കർത്താവേ, അതെല്ലാം നല്ലത് തന്നെ, പക്ഷേ അതൊന്നും കൊണ്ടും എൻ്റെ ആത്മാവിന് മോചനം കിട്ടുകയില്ല. നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യം മടക്കിത്തരണം. നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി എനിക്ക് മടക്കിത്തരണം. നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹം മടക്കിത്തരണം. എനിക്ക് കർത്താവേ, നഷ്ടപ്പെട്ടു പോയ ദൈവിക സാദൃശ്യവും ദൈവിക സ്വരൂപവും മടക്കിത്തരണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തീരുമാനിക്കുമോ? എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലകളെ ഉണക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നിൻ്റെ ഈ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമേ. നഷ്ട സൗഭാഗ്യങ്ങൾ മടക്കിത്തരുന്ന എൻ്റെ നാഥൻ്റെ സന്നിധിയിലേക്ക് വന്ന് എല്ലാം മടക്കി വാങ്ങുന്ന സൗഭാഗ്യം ഈ മക്കൾക്ക് എല്ലാവർക്കും നൽകണമേ. കർത്താവ് വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. 12-ാമത്തെ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.